താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ വാക്കുകളെ നിങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലും നാം ജീവിക്കും. എന്തെന്നാൽ കർത്താവിൻ്റെ വചനം എന്നുള്ളത് അത് ആത്മാവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് സ്പിരിറ്റാണ്, അപ്പോൾ തന്നെ അത് ലൈഫാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചിലരോട് പ്രവചിക്കുമ്പോൾ ദൈവാത്മാവ് നിയോഗം നൽകി, ദൈവാത്മാവ് നൽകുന്ന വേർഡുകൾ നിങ്ങളിലേക്ക് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എനിക്കൊരു കാര്യം കൃത്യമായി അറിയാം. നിങ്ങളുടെ ലൈഫിനകത്ത് ആമേൻ ആ വചനം മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് ആമേൻ ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തുന്ന വേർഡ് അത് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു. ഓ റൈറ്റ്. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആമേൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയ ആ ദൈവശബ്ദത്തെ ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതിനായി മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നൽകിയ, നിങ്ങൾക്ക് വേണ്ടി ആമേൻ എൻ്റെ അകത്ത് നൽകിയ ആമേൻ ആ ദൈവശബ്ദം ഇതാണ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. ആമേൻ. അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ആമേൻ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യേശുവേ, നീ തന്നെയാണോ ഞങ്ങൾ കാത്തിരിക്കുന്ന മശിഹ? ആമേൻ. ഞങ്ങൾ കാത്തിരിക്കുന്ന, ആമേൻ, ഞങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിരിക്കുന്നതും ഞങ്ങൾ പ്രവാചകന്മാരിൽ കൂടെ കേട്ടതുമായിട്ടുള്ള ആ മശിഹ യേശുവേ നീ തന്നെയാണോ എന്ന ചോദ്യമാണ് ആമേൻ അവിടെ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവനെ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവൻ്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആമേൻ. യോഹന്നാൻ സ്നാപകന് സ്വർഗത്തിൽ നിന്ന് ഒരു റെവലേഷൻ കിട്ടുകയാണ്, ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ തനിക്ക് ലഭിക്കുകയാണ്. അതിങ്ങനെയാണ്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവൻ്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അമേൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ സ്നാപകന് യേശു ക്രിസ്തു ആരാണെന്നുള്ള റെവലേഷൻ തന്നെ അയച്ച ദൈവം തനിക്ക് റിവീൽ ചെയ്തു കൊടുക്കുകയാണ്. ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ആരുടെ മേലാണോ ആ പരിശുദ്ധാത്മാവ് വസിക്കുകയും ചെയ്യുന്നത് നീ കാണുന്നത്, അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് ദൈവപുത്രൻ, അവൻ തന്നെയാണ് മശിഹ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ, യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രിയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ തൻ്റെ മുമ്പിൽ ആമേൻ യേശു ക്രിസ്തു ആരാണെന്നുള്ള റെവലേഷൻ ലഭിക്കുകയാണ്. ആരാണ് മശിഹ എന്ന റെവലേഷൻ ലഭിക്കുകയാണ്. മശിഹ യേശു ക്രിസ്തു തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ആമേൻ യോഹന്നാൻ എത്തിച്ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങളിൽ കാണുമ്പോൾ ഇങ്ങനെ കാണുകയാണ്. ആമേൻ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച്, പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച്, യോഹന്നാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ അതുവരെ തൻ്റെ അകത്ത് ലഭിച്ചിരുന്ന റെവലേഷൻ, ആ റെവലേഷൻ ഇതായിരുന്നു: യേശു തന്നെയാണ് ദൈവപുത്രൻ, യേശു തന്നെയാണ് അവർ കാത്തിരുന്ന മശിഹ, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന റെവലേഷൻ തനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ താൻ കാരാഗൃഹത്തിൽ ആയിത്തീർന്നു, എപ്പോൾ താൻ ഒരു ലിമിറ്റേഷൻ അകത്തായിത്തീർന്നു, എപ്പോൾ താൻ ഒരു ബൗണ്ടറികൾക്കകത്ത് ആയിത്തീർന്നു, അപ്പോൾ മുതൽ തൻ്റെ അകത്തു നൽകപ്പെട്ട റെവലേഷൻ, തൻ്റെ അകത്തു നൽകപ്പെട്ട വിഷൻ തനിക്ക് ആ മേഖലയിൽ ഉറയ്ക്കുവാൻ കഴിയാതെ തൻ്റെ അകത്ത് കൺഫ്യൂഷനുകൾ ഉണ്ടാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ അകത്ത്, തൻ്റെ ചിന്തകൾക്കകത്ത് ആമേൻ യേശു ക്രിസ്തു മശിഹയാണോ അല്ലയോ എന്ന് താൻ ആമേൻ തൻ്റെ അകത്ത് ഇടർച്ചയുണ്ടാവുകയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ താൻ ഇടറിപ്പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നോയിക്കേ, താൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് റൈറ്റ് റെവലേഷൻ പ്രാപിച്ച യോഹന്നാൻ സ്നാപകൻ എപ്പോൾ കാരാഗൃഹത്തിൽ അകപ്പെട്ടപ്പോൾ, തൻ്റെ അകത്ത്, താൻ കാരാഗൃഹത്തിൽ അകപ്പെട്ട സമയത്ത് തൻ്റെ അകത്ത് നൽകപ്പെട്ടിരുന്ന റെവലേഷൻ തനിക്ക് നഷ്ടമാവുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. ആമേൻ. നിനക്ക് ആമേൻ സ്വർഗം നൽകിയിരിക്കുന്ന റെവലേഷനുകളും, സ്വർഗം നിന്നിലേക്ക് കൈമാറിയ നിയോഗങ്ങളും, സ്വർഗം നിന്നിലേക്ക് കൈമാറിയ വിഷനുകളും, ആമേൻ ആമേൻ നിനക്ക് സ്വർഗം ഓൾറെഡി നൽകിയെങ്കിലും ആമേൻ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട്, ആമേൻ ആരൊക്കെയോ നിന്നെ ഒതുക്കിയത് മുഖാന്തരം, ഏതൊക്കെയോ കാരാഗൃഹത്തിനകത്ത് നീ അകപ്പെട്ടത് മുഖാന്തരം, ഏതൊക്കെയോ ലിമിറ്റേഷനകത്ത് അകപ്പെട്ടത് മുഖാന്തരം, ഏതൊക്കെയോ ബൗണ്ടറികൾക്കകത്ത് അകപ്പെട്ടത് മുഖാന്തരം, പ്രൈസ് ദി ലോർഡ്, ആമേൻ നിന്റെ അകത്ത് ആമേൻ നൽകപ്പെട്ടിരുന്നതും നിന്റെ അകത്ത് നീ ഉറച്ചതുമായിരുന്ന റെവലേഷനുകൾ, വിഷനുകൾ ആമേൻ ഇന്ന് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവചിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഈ ദൈവശബ്ദം. ഹല്ലേലൂയ. നിന്നെ സ്വർഗം പുറത്തെടുക്കുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. നീ ആയിരിക്കുന്ന ബൗണ്ടറിക്കകത്ത്, നീ ആയിരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത്, നീ അകപ്പെട്ട സമയത്ത് നിന്റെ വിഷൻ നഷ്ടപ്പെട്ടവനെ പോലെ, നിന്റെ അകത്തു നൽകിയിരുന്ന നിയോഗങ്ങൾ നഷ്ടപ്പെട്ടവനെ പോലെ, നിനക്ക് നൽകിയിരുന്ന റവലേഷനുകൾ നഷ്ടപ്പെട്ടവനെ പോലെ, ആമേൻ, നഷ്ടത്തിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇത് നിന്റെ ടൈമാണ്, ഇത് നിന്റെ ടൈമാണ്. നിന്നെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന ചില മേഖലകൾക്കകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുക്കുകയാണ്. ഈ രാത്രി സ്വർഗം നിന്നെ പുറത്തെടുക്കുകയാണ്. ആമേൻ. ചില വ്യക്തികളെ ആത്മാവ് പുറത്തെടുക്കുകയാണ്. നീ ആയിരിക്കുന്ന ആ കാരാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, പത്രോസേ, നിന്റെ മേൽ ഇട്ടിരുന്ന നിയോഗങ്ങൾ, നിന്റെ മേൽ ഇട്ടിരുന്ന ദൈവിക പദ്ധതികൾക്കകത്ത് നീ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഒതുക്കാൻ വേണ്ടി, നീ ആ മേഖലയിൽ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി നിന്നെ ഒരു കാരാഗ്രഹത്തിനകത്തേക്ക് ഒതുക്കി. എന്നാൽ വചനം പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് തന്റെ നിയോഗത്തിലേക്ക് റീറൂട്ട് ചെയ്തു. ഈ രാത്രിയിൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്, ഈ പകലിൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. ആമേൻ. സ്വർഗം നിന്നെ റീറൂട്ട് ചെയ്യാൻ പോകുന്നു. നീ ആയിരിക്കുന്ന ചില കാരാഗ്രഹത്തിനകത്തു നിന്ന്, നീ ആയിരിക്കുന്ന ചില ലിമിറ്റേഷനുകൾക്കകത്തു നിന്ന്, നീ ആയിരിക്കുന്ന ചില ബൗണ്ടറികൾക്കകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുത്ത് നിന്റെ നിയോഗങ്ങളിലേക്ക്, നിനക്ക് സ്വർഗം നൽകിയിരുന്ന റവലേഷനുകൾക്കകത്തേക്ക്, നിന്നെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന വിഷനുകൾക്കകത്തേക്ക് സ്വർഗം റീറൂട്ട് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ട്. റൈറ്റോ പ്രഭാതക ശിയാന്തൽ കമന, റൈറ്റോ മനഘടകമന ശംപ്രവാലഘടകജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നീ പുറത്തു വരുന്ന സമയമാണ്, നീ പുറത്തു വരുന്ന സമയമാണ്. ഈ രാത്രിയിൽ നിന്നെ റീറൂട്ട് ചെയ്യുന്ന സമയമാണ്, റീറൂട്ട് ചെയ്യുന്ന സമയമാണ്. റൈറ്റോ പ്രഭാതക ജനം നിന്നെ റീറൂട്ട് ചെയ്യുകയാണ്. യെസ്, അഭിഷേകത്തിനെ നിന്നെ റീറൂട്ട് ചെയ്യുകയാണ്. സ്വർഗം നിന്നിൽ ഏൽപ്പിച്ചിരുന്ന ഒരു വെളിപ്പാടുണ്ട്. എന്നാൽ ഏതൊക്കെയോ ലിമിറ്റേഷനുകൾക്കകത്ത്, ഏതൊക്കെയോ ആമേൻ കുരുക്കുകൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കാലങ്ങൾ കൊണ്ട് കിടക്കുന്ന ചില വ്യക്തികളെ നോക്കി ഈ രാത്രി പ്രവചിക്കുകയാണ്. നിന്നെ സ്വർഗം പുറത്തെടുക്കുന്ന രാത്രിയാണ്, സ്വർഗം നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങളിലേക്ക്, അവരുടെ വിഷനിലേക്ക്, അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് ആമേൻ ദൂതൻ ഇറങ്ങിയപ്പോൾ, അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ ഒതുക്കി വെച്ചിരുന്ന അവർ പുറത്തു വന്നതുപോലെ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങളെ സ്വർഗം പുറത്തെടുക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. നിന്നെ ഒതുക്കി വെച്ചിരുന്ന കാരാഗ്രഹങ്ങൾക്കകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുക്കുന്നു. ഇനിയും കമന ആമേൻ ദർശനമില്ലാത്തവനെ പോലെ, വെളിപ്പാടില്ലാത്തവനെ പോലെ, ആമേൻ നിയോഗങ്ങളെ കൃപാവരങ്ങൾ ഇല്ലാത്തവനെ പോലെ, ആരാധന ഇല്ലാത്തവനെ പോലെ നീ ഒതുങ്ങിയിരിക്കുകയല്ല. ഈ രാത്രി സ്വർഗം നിന്നെ അതിൽ നിന്ന് പുറത്തെടുത്ത് നിന്റെ നിയോഗങ്ങളിലേക്ക്, നിന്നെ വിളിച്ചിരിക്കുന്ന ആ പദ്ധതികളിലേക്ക്, നിന്റെ അകത്ത് കൈമാറ്റം ചെയ്തിരിക്കുന്ന റെവലേഷനുകളിലേക്ക് സ്വർഗം നിന്നെ റീറൂട്ട് ചെയ്യുന്ന രാത്രിയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾക്കകത്ത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലർ ചെയ്യുന്ന രാത്രി. ഈ രാത്രി കൊണ്ട് ചിലരുടെ ലൈഫ് കാരണമായ തിരിവുകൾ സംഭവിക്കും. ഈ രാത്രിയിൽ അസാധാരണമായ തിരിവുകൾ സംഭവിക്കും, അസാധാരണമായ ഓപ്പണിങ്ങുകൾ സംഭവിക്കും. ഇൻ മൈറ്റി നെയിം ഓഫ് യേശുവ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കുന്നു. റൈറ്റോ പ്രഭാത ശംധേലിമിനിയാം പ്രഭാതകജനം.
താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഈ രാത്രി ചിലരുടെ ആമേൻ കാരാഗ്രഹത്തിൽ നിന്ന് ചിലരെ സ്വർഗം പുറത്തെടുക്കാൻ പോകുന്നു. സ്വർഗം പുറത്തെടുക്കാൻ പോകുന്നു. സ്വർഗം പുറത്തെടുക്കാൻ പോകുന്നു. Come on, right ബമാനി അംദൽ കമന. Hallelujah, praise the Lord, amen. ആമേൻ. നോക്കിക്കേ, യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ആമേൻ യോഹന്നാന്റെ അകത്ത് ഉണ്ടായിരുന്ന റെവലേഷനുകൾ ആമേൻ തനിക്ക് അതിനകത്ത് ഉറയ്ക്കുവാൻ കഴിയാതെ തൻ്റെ അകത്ത് ആമേൻ പലവിധമായ കൺഫ്യൂഷനുകൾ, തൻ്റെ അകത്ത് പലവിധമായ ഭയങ്ങൾ കടന്നു വരികയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ആമേൻ നിങ്ങളോട് ആത്മാവിജ്ഞാനിയാണ് അടുത്തത് എങ്ങനെയാ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുകൾക്കകത്തും ഫിയറുകൾക്കകത്താണെങ്കിൽ ഈ രാത്രി നിങ്ങളെ ആ ഫിയറിന്റെ സ്പിരിറ്റുകൾക്കകത്ത് റിസീവ് ഇറ്റ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് യേശുവ. റിസീവ് ചെയ്യുക. നിങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു വരുന്നു. റൈറ്റ് പ്രഭാന ശംപ്രഭൗസിയന്തൽ കമന റൈറ്റോ പ്രഭാന ഘടകജനം ശംപ്രഭൗ ഷഠേരിഭൗ സബേലിയം പ്രഭാന ഗജനം ലീ പ്രമാന ഘടകജനം. നിങ്ങളുടെ അകത്ത് ആമേൻ നിറയപ്പെട്ടിരിക്കുന്ന ചില കൺഫ്യൂഷനുകൾ, ചില ഭയങ്ങൾ ഈ രാത്രിയിൽ നിങ്ങളെ വിട്ടു മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് വിട്ടുമാറി അകത്ത് സ്വർഗം നൽകിയിരുന്ന റെവലേഷനിൽ തനിക്ക് ഉറയ്ക്കുവാനില്ല. ആമേൻ. തൻ്റെ അകത്ത് കൺഫ്യൂഷനുകളും ഫിയറുകളും വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഫിയറുകളും കൺഫ്യൂഷനുകളുമായി നിന്ന യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. നീ തന്നെയാണോ ഞങ്ങൾ കാത്തിരിക്കുന്ന മശിഹ? ആമേൻ. നീ തന്നെയാണോ വരുവാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റാരെയെങ്കിലും കാത്തിരിക്കും? യേശു മറുപടി കൊടുക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. യേശു ആ ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ തന്നെ മശിഹ എന്ന് പറയുകയല്ല, അതിനപ്പുറം ആമേൻ ഞാൻ മശിഹയാണെന്നുള്ളതിൻ്റെ തെളിവിനെ നിരത്തി കാണിക്കുകയാണ്. Praise the Lord. Hallelujah. യേശു ക്രിസ്തു മശിഹയാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ ആമേൻ അതിൻ്റെ പ്രവർത്തികളെ ആമേൻ ശിഷ്യന്മാരോട് അറിയിക്കുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇത് പോയി യോഹന്നാനോട് അറിയിക്കുക. ആമേൻ. ഈ രാത്രിയിൽ ആമേൻ ആത്മാവിൽ ഞാൻ ഒരു ദൈവശബ്ദം നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ആമേൻ. നിങ്ങളായിരിക്കുന്ന കൺഫ്യൂഷനുകൾക്കകത്ത്, നിങ്ങളായിരിക്കുന്ന ഡൗട്ടുകൾക്കകത്ത്, നിങ്ങളായിരിക്കുന്ന ഫിയറുകൾക്കകത്ത്, ആമേൻ നിങ്ങൾക്ക് ഉറയ്ക്കുവാൻ കഴിയാത്ത ആ സാഹചര്യത്തിനകത്ത് സ്വർഗം ചില പ്രവർത്തികളെ വെളിപ്പെടുത്തി ആമേൻ നിങ്ങളുടെ ഫിയറുകളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. സ്വർഗം ചില പ്രവർത്തികളെ അയക്കാൻ പോവുകയാണ്. ആമേൻ. ആമേൻ. ഇതുവരെ കാണാത്ത നിങ്ങൾക്ക് എന്താ ആവശ്യം, നിങ്ങളുടെ ലൈഫിനകത്ത് എന്താ വേണ്ടത്, ആ മേഖലകൾക്കകത്ത് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നു. യേശു പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ ബാധിച്ചവർ വിടുതലാകുന്നു. നിന്റെ ലൈഫിനകത്ത് എന്താ വേണ്ടത്, ആ മേഖലയെ ദൈവം ഈ ദിവസങ്ങളിൽ തൊടാൻ പോവുകയാണ്. സ്വർഗം ആ മേഖലയെ തൊടുകയാണ്. നിന്റെ ലൈഫിൽ ഒരു മിറാക്കിളാണോ വേണ്ടത്? ആ മിറാക്കിൾ നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. നിന്റെ ലൈഫിനകത്തൊരു ഹീലിംഗ് ആണോ സംഭവിക്കേണ്ടത്? ആ ഹീലിംഗ് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ലൈഫിൽ ഒരു ഡെലിവറൻസ് ആണോ സംഭവിക്കേണ്ടത്? എന്നാൽ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നിന്റെ ലൈഫിൽ ഡെലിവറൻസ് സംഭവിക്കാൻ പോകുന്നു. നിന്റെ ലൈഫിനകത്ത് സമാധാനമാണോ വെളിപ്പെടേണ്ടത്? എന്നാൽ സ്വർഗം നിന്റെ അകത്ത് സമാധാനത്തെ ആമേൻ ആ പ്രവൃത്തിയെ വെളിപ്പെടുത്തി നിന്നെ ഉറപ്പിക്കാൻ പോകുന്നു. ഈ രാത്രിയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങളെ സ്വർഗം ചില കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കുകയും സ്വർഗം നിങ്ങളെ ചില കാരാഗ്രഹങ്ങളിൽ നിന്ന് പുറത്തെടുക്കുകയും ആമേൻ നിങ്ങളുടെ അകത്തുള്ള ഡൗട്ടുകളെയും ഫിയറുകളെയും നീക്കം ചെയ്ത്, നിങ്ങളുടെ അകത്തുണ്ടായിരുന്ന കൺഫ്യൂഷനുകളെ നീക്കം ചെയ്ത്, നിങ്ങൾ ആമേൻ ചില ലിമിറ്റേഷനകത്ത് കയറിയപ്പോൾ, ചില പ്രശ്നങ്ങൾക്കകത്ത് കയറിയപ്പോൾ, ചില ബൗണ്ടറികൾക്കകത്ത് കയറിയപ്പോൾ, ചില കാരാഗ്രഹങ്ങൾക്കകത്ത് കയറിയപ്പോൾ ആമേൻ നിങ്ങളുടെ അകത്തേക്ക് ആമേൻ നിറയപ്പെട്ട കൺഫ്യൂഷനുകൾ, ഡൗട്ടുകൾ, ഫിയറുകളെ സ്വർഗം നീക്കം ചെയ്ത് ആമേൻ അതിനെ നീക്കം ചെയ്യുക മാത്രമല്ല, നിങ്ങളെ വീണ്ടും റെസ്റ്റോർ ചെയ്യേണ്ടതിന് നിങ്ങളുടെ റെവലേഷനിലേക്ക്, നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക
ദൈവിക പദ്ധതിയിലേക്കും നിങ്ങളെ റെസ്റ്റോർ ചെയ്യേണ്ടതിനും നിങ്ങളെ ഉറപ്പിക്കേണ്ടതിനുമായിട്ടുള്ള ദൈവ പ്രവൃത്തികൾ ആമേൻ ഈ രാത്രി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ, നീ ഇപ്പോൾ ഒരു രോഗിയായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ആ ഹീലിങ്ങിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. നീ ഒരു കടബാധ്യതയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മേഖലയിൽ ഒരു മിറാക്കിളിനെ നീ സ്വീകരിക്കുക. റൈറ്റോ പ്രഭാഷം ദൽക്കമന. നിന്റെ ലൈഫിനകത്ത് അങ്ങനെ പ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ലൈഫിനകത്ത് ഒരു ഡെലിവറൻസ് ആണ് ആവശ്യമെങ്കിൽ ഈ രാത്രിയിൽ ഡെലിവറൻസിനെ സ്വർഗം അയക്കുന്നു. റൈറ്റോ പ്രഭാനക ശംപ്രഭാനഘടകജനം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ലൈഫിനകത്ത് മനസ്സിനകത്തൊരു ഫ്രീഡമാണ് വെളിപ്പെടേണ്ടതെങ്കിൽ നിന്റെ അകത്ത് മനസമാധാനത്തെ സ്വർഗം അവൻ പകരുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യുക. ഹല്ലേലൂയ. ചില വ്യക്തികളെ കാരാഗ്രഹങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് അവരുടെ അകത്ത് അവൻ നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തികളെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. റൈറ്റോ പ്രഭാനകശം പ്രഭാനകജനം. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ റെഡിയാവുക. നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ദൈവ പ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. യേശുവിൻ്റെ കൂടെയുണ്ടോ, യേശുവിനോടൊപ്പമാണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനുകൾ, അങ്ങനെയുള്ള ചിന്തകളെ സ്വർഗം നീക്കം ചെയ്യേണ്ടുന്നതിന് ആമേൻ, സ്വർഗം നീക്കം ചെയ്യുന്ന ചില ദൈവ പ്രവർത്തികളെ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് സ്വർഗം തുറക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിനകത്ത് തുറന്നു വരട്ടെ. റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് യേശുവ നിങ്ങളുടെ ലൈഫിൽ അത് തുറന്നു വരികയാണ്. റൈറ്റ് പ്രഭാവ ശതേരിയം പ്രഭാന. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കുക. ദൈവവചനം ജീവനും ആത്മാവുമുള്ളതാണ്. ആമേൻ. ദൈവവചനം ആത്മാവും ജീവനുമാണ്. ആമേൻ. ഈ ദൈവവചനം എന്താണോ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം, ആ ദൈവവചനത്തിന് നിങ്ങളുടെ ലൈഫിനകത്ത് മൂവ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലൈഫിനകത്ത് ചലനങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ലൈഫിനകത്ത് ജീവനെ പ്രഖ്യാപിക്കാൻ കഴിയും. ഈ രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ വചനത്താൽ സംഭവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. റൈറ്റോ മിരിയാന്ത. രോഗികളായിരിക്കുന്നവർ ആമേൻ, നിങ്ങൾ രോഗത്തിൽ നിന്ന് വിടുതൽ ഈ വചനപ്രകാരം ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാവുകയാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ലൈഫിനകത്ത് എൻ്റെ ലൈഫിൽ ഇന്ന വിഷയത്തിനകത്ത് ഇപ്പോൾ ഒരു ദൈവിക ഇടപെടൽ ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. റൈറ്റോ പ്രമാണകശിയാന്തൽക്കമന റൈറ്റോ പ്രമാണഘടകജന റീവിൽ കമനഘടകജന. നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ട്. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ. കർത്താവേ, യോഹന്നാൻ എന്ന സ്നാപകൻ, ആമേൻ, യോഹന്നാൻ എന്ന കർത്താവ് അയച്ച വ്യക്തി കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ ആമേൻ, തൻ്റെ അകത്തുണ്ടായിരുന്ന റവലേഷനുകളും തൻ്റെ അകത്തുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും നഷ്ടപ്പെട്ടവനെ പോലെ ആമേൻ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ആമേൻ നീയാണോ ആമേൻ ഞങ്ങൾ കാത്തിരിക്കുന്ന മശിഹ, അതോ ഞങ്ങൾ മറ്റാരെങ്കിലും കാത്തിരിക്കണമോ എന്ന ഡൗട്ടോടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നിടത്ത് ആമേൻ ആ മേഖലകൾക്കകത്ത് യേശു കർത്താവ് തിരികെ ആമേൻ തനിക്ക് ഉത്തരം നൽകുന്നത് അത്ഭുത പ്രവൃത്തികളിൽ കൂടെയാണ്. ആമേൻ, അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ കൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ആമേൻ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. വലിയ ഹീലിങ്ങുകൾ സംഭവിക്കട്ടെ, വലിയ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ, വലിയ ഓപ്പണിങ്ങുകൾ സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് യേശുവ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വലിയ കൃപ വെളിപ്പെടണം. പ്രാർത്ഥന കിട്ടുന്നതിനായ സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ
അമേൻ, അമേൻ, അമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അമേൻ. ഗോഡ് ബ്ലസ് യു.